ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ഏറ്റവും പുതിയ MCU സിനിമയുടെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥ സംഭവിക്കുന്നത് വേറെ ഒരു എർത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള 36 സിനിമകളും ബാക്കിയുള്ള സീരീസും ഒന്നും കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തിനെ കൂട്ടിയിട്ടും ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് പോകാം. ഈ അടുത്ത് ജെയിംസ് ഗൺ സൂപ്പർമാൻ സിനിമയിൽ ചെയ്തതുപോലെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള മാറ്റ് ഷാക്മാനും ഒറിജിൻ സ്റ്റോറി പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട്. ഓൾറെഡി സൂപ്പർ ഹീറോകളായിട്ടുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിലേക്കാണ് പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പോകുന്നത്. സ്വല്പം റെട്രോ സ്വഭാവത്തിലുള്ള ഈ സിനിമയുടെ വിഷ്വൽ എസ്തെറ്റിക് വളരെ രസകരമായ ഒന്നാണ്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫോക്കസ് വളരെ ഇമോഷണലായ ഏരിയകളിലേക്കാണ് പോകുന്നത്. ആ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി കാരണം സിനിമയ്ക്ക് വരുന്ന ഒരു മന്ദിപ്പ് കുറയ്ക്കാൻ ജോണി സ്റ്റോം എന്ന കഥാപാത്രത്തിൻ്റെ തമാശയൊക്കെ കാണിച്ച് സിനിമ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആകെ മൊത്തത്തിൽ എവിടെയോ ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ ഒരു ഹൈ ഫാന്റാസ്റ്റിക് ഫോറിന് മിസ്സാകുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കഥ നടക്കുന്നത് വേറെ ഒരു എർത്തിലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് 828. കഥ നടക്കുന്ന സമയത്ത് റീഡ് റിച്ചാർഡ്സ്, സൂ സ്റ്റോം, ജോണി സ്റ്റോം, ബെൻ മുതലായ നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവരുടെ ലോകത്തെ അവെഞ്ചേഴ്സാണ്. അവരവിടെ അറിയപ്പെടുന്ന പേരാണ് ഫാന്റാസ്റ്റിക് ഫോർ. ഇതിൽ പരസ്പരം വിവാഹം കഴിച്ചിട്ടുള്ള റീഡ് റിച്ചാർഡ്സും സൂ സ്റ്റോമും തങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന വിവരം അറിയുന്നു. അതിൻ്റെ സന്തോഷത്തിൽ ആ കുട്ടിയെ എങ്ങനെ വളർത്തു എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ലോകാവസാനം എന്നൊരു ഭീതി ആ ഭൂമിയിലും വരിക. ഈ ഒരു സാഹചര്യത്തെ ആ ഒരു ഭൂമിയിലെ സൂപ്പർ ഹീറോകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒരു സൂപ്പർ ഹീറോ പടം ഇറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ഒരു ലോഡ് യൂട്യൂബ് വീഡിയോകൾ വരുന്ന ഈ ഒരു കാലത്ത് ഒറിജിൻ സ്റ്റോറി ഒഴിവാക്കിയിട്ട് കഥ പറയുക എന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു കാര്യമാണ്. ഒറിജിൻ സ്റ്റോറിയിൽ തന്നെ നിങ്ങൾ കാര്യമായ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ കഥ നടക്കുന്ന ലോകത്ത് ഈ കഥാപാത്രങ്ങളെ വെച്ച് TV-യിൽ ആനിമേഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഇതിലെ സൂപ്പർ ഹീറോകൾ തന്നെ പറയുന്നുണ്ട് ഫ്ലെയിം ഓൺ, ഇറ്റ്സ് ക്ലോബറിംഗ് ടൈം എന്നൊന്നും ഞങ്ങൾ പറയാറില്ല, അതൊക്കെ കാർട്ടൂൺ ഉണ്ടാക്കിയവർ ചെയ്തതാണ് എന്നൊക്കെ. ഇത്തരത്തിൽ ഒറിജിനൽ ഫാന്റാസ്റ്റിക് ഫോർ കോമിക്കിനെ പടത്തിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടിരിക്കാൻ വളരെ രസകരമാണ്. അതുപോലെ തന്നെയാണ് ഒറ്റയ്ക്ക് തൻ്റെ പഴയ വീടിൻ്റെ അടുത്തേക്കൊക്കെ നടക്കുന്ന ബെന്നിനെ കാണിക്കുന്ന ഭാഗം. അതിനൊക്കെ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നുണ്ട്. പടത്തിനൊരു പ്രശ്നം വരുന്നത് അതിൻ്റെ കോൺഫ്ലിക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിലാണ്. ഏറെക്കുറെ തുടക്കത്തിൽ തന്നെ ഈ സിനിമയിലെ പ്രധാന ഇവൻറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചധികം സ്പീഡിൽ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കോൺഫ്ലിക്റ്റിലേക്ക് പടത്തിൻ്റെ ഏറെക്കുറെ തുടക്കത്തിൽ ഏതാണ്ട് ഫസ്റ്റ് ആക്റ്റിൽ തന്നെ സിനിമ എത്തുന്നുണ്ട്. മറ്റ് തിരക്കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ നോക്കുന്ന ഇവൻറ്റുകളിലൂടെ ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് പ്രേക്ഷകന് കാണിച്ചു കൊടുക്കാനാണ് ഫാന്റാസ്റ്റിക് ഫോർ ശ്രമിക്കുന്നത്. ഈ കഥയിലെ വില്ലൻ ഗാലക്ടസ് എന്ന കഥാപാത്രമാണ്. അതായത് പ്ലാനറ്റുകൾ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ടൈപ്പ് ഒരു മോൺസ്റ്റർ കഥാപാത്രമാണത്. വിഷ്വലി ഗാലക്ടസിൻ്റെ വലുപ്പം വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ടെല്ലാം കണ്ടപ്പോൾ ഐമാക്സിൽ ഈ ഒരു വിഷ്വൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ തോന്നി. പക്ഷേ ആ കഥാപാത്രത്തെ നമ്മുടെ ഹീറോസ് നെഗോഷിയേറ്റ് ചെയ്യുന്ന രീതിയും അയാളുടെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാൻ നോക്കുന്ന ടൈപ്പ് സ്ട്രാറ്റജിയുമെല്ലാം വളരെ സില്ലി ആയിട്ട് തോന്നി. തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരമ്മ ഏതറ്റം വരെയും പോകുമെന്ന ലെവലിലുള്ളൊരു ഐഡിയ ഓൺ പേപ്പർ സാമാന്യം എക്സൈറ്റിംഗ് ആണെങ്കിലും അവതരിപ്പിച്ച് വരുമ്പോൾ ഈ സിനിമയിൽ അത് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു ഫൈറ്റ് നടത്തി വിജയിച്ചു എന്നതിനേക്കാൾ വാമപ്പ് ചെയ്ത് വരുമ്പോഴേക്കും താഴെ തള്ളിയിട്ടു എന്നതുപോലത്തെ ഒരു വിജയമായിരുന്നു ഇതിൽ നമ്മൾ കണ്ടത്. സിൽവർ സർഫറിൻ്റെ ക്യാരക്ടർ ആർക്കും ഏറെക്കുറെ ഊഹിക്കാൻ പറ്റുന്ന ലെവലിലാണ് പോയത്. ഒരു റെട്രോ തീം ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളതും മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ഡിസൈനും സിനിമയ്ക്ക് വിഷ്വലി ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നുണ്ട്. വിഷ്വൽ എഫക്ട്സിൻ്റെ ആകമൊത്തത്തിലുള്ള നിലവാരവും നല്ലതാണ്. മൈക്കിൾ ഗച്ചീനോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരം തന്നെയാണ്. പക്ഷെ അതിനൊപ്പം എത്താൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന എപ്പോഴും ആങ്സൈറ്റി ഉള്ള മിസ്റ്റർ ഫാന്റാസ്റ്റിക് എന്ന റീഡ് റിച്ചാർഡ്സിനെ പെഡ്രോ പാസ്കലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതു നേരവും എന്തെങ്കിലും ഒരു ടെൻഷനിലുള്ള ആ കഥാപാത്രത്തെ പാസ്കൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. സൂ സ്റ്റോം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വെനേസ കെർബിക്കാണ് ഇതിൽ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുള്ളത്. വളരെ കൂളായിട്ടുള്ള പെങ്ങളായിട്ടും ഭാര്യയായിട്ടും സ്വന്തം കുട്ടിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത അമ്മയായിട്ടും വരുന്ന ആ കഥാപാത്രത്തെ കെർബി മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോണി സ്റ്റോം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ജോസഫ് ക്വിൻ ആണ്. സംഭവം ആ കഥാപാത്രത്തിന്റെ ഹൈപ്പർ സ്വഭാവം എന്റർടൈൻമെന്റിന് ആവശ്യമാണെങ്കിലും ചില സ്ഥലത്ത് തിരക്കഥ അതിനെ കുറച്ചധികം ഉപയോഗിക്കുന്നത് പോലെ തോന്നി. അബോൺ മോസ് ബാക്ക്റാക്കാണ് ദ തിങ് എന്ന് വിളിക്കപ്പെടുന്ന ബെൻ എന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മോഷൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലെ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഏറ്റവും ലൈക്കബിൾ ആയിട്ടുള്ള കഥാപാത്രം ഒരുപക്ഷെ ബെൻ ആയിരിക്കും. ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരെ സൂപ്പർ ഹീറോകളായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. മിസ്റ്റർ ഫാന്റാസ്റ്റിക് റബ്ബർ പോലെ വലിയുന്നത് ഒരുപാടൊന്നും നമ്മൾ കാണുന്നില്ല. സൂ സ്റ്റോം ഇൻവിസിബിൾ ആകുന്നത് ചുരുക്കം ചില സ്ഥലങ്ങളിലാണ്. ജോണി സ്റ്റോം തൊട്ടതിനും പിടിച്ചതിനും ഒന്നും കയറി കത്തുന്നില്ല. ബെൻ ആണെങ്കിലും ഏതു നേരവും ഇടിച്ചു പൊളിക്കുന്ന ടൈപ്പ് ഹൾക്ക് മോഡിലല്ല ഉള്ളത്. ഒരു സൂപ്പർ ഹീറോ പടത്തിൽ നമ്മൾ വളരെ കൂളായിട്ട് വിചാരിക്കുന്ന ഈ സൂപ്പർ പവർ സാധനങ്ങൾ
പരമാവധി മിനിമലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇനി വരാൻ പോകുന്ന ഡോക്ടർ ഡൂം മൂവിയിലേക്കുള്ള ഒരു സെറ്റപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആക്ഷൻ ഭാഗങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഈ സിനിമയുടെ നീളം ക്രെഡിറ്റ്സ് അടക്കം 2 മണിക്കൂറിൽ താഴെയേ ഉള്ളൂ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്